ഹിപ്നോതെറാപ്പി എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി ഒരാളെ ഏതൊക്കെ രീതിയിൽ സഹായിക്കും? വളരെ ചുരുക്കി അത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഹിപ്നോതെറാപ്പി ഒരാളെ സഹായിക്കുന്നത് ഒരാൾക്കൊരു കോൺഷ്യസ് അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ കോൺഷ്യസ് നോൺ കോൺഷ്യസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക. നമ്മുടെ ബോധ മനസ്സിൻ്റെയും അല്ലെങ്കിൽ ബോധ അല്ലാത്ത മനസ്സ്, അബോധ മനസ്സും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അതിൽ ആ കോൺഫ്ലിക്റ്റിനെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഹിപ്നോതെറാപ്പി നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും അത് ആഗ്രഹിക്കും, അതിനുവേണ്ടി തയ്യാറെടുക്കും. പക്ഷേ രാവിലെ എഴുന്നേൽക്കുകയോ എക്സർസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺഷ്യസ് അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് കോൺഷ്യസ്ലി നിങ്ങൾക്കത് ചെയ്യണമെന്നുണ്ട്, അത് ചെയ്യേണ്ട ആവശ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല. അതെന്ന് വെച്ചാൽ അൺകോൺഷ്യസ് ലെവലിൽ നിങ്ങൾക്ക് അതിനുള്ള ഇനഫ് മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങളെ അത് ചെയ്യുന്നതിൽ നിന്ന് പുറകോട്ട് പിടിച്ച് വലിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാനായിട്ട് ഹിപ്നോതെറാപ്പി സഹായിക്കുന്നു. ആ ഒരു സാധ്യത ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അനേകം തരത്തിലുള്ള ഭയങ്ങൾ, അതുപോലെ പഴയ കാലങ്ങളിലുള്ള നമ്മുടെ ചില ഓർമ്മകൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്, നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, പല തലങ്ങളിൽ ചില ആൾക്കാർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവുമല്ലോ. ചിലരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലർക്ക് സ്റ്റേജിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല തലങ്ങളിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ പല ഹാബിറ്റുകളും ബിഹേവിയേഴ്സും മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്കൊരു ഐഡിയൽ ബോഡി ഉണ്ടാക്കാനായിട്ട്, അത് നമുക്ക് വെയിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമ്മുടെ ഉപബോധ മനസ്സിൽ നമുക്ക് എത്ര വെയിറ്റ് വേണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ശരീരം ആവേണ്ടത്, അതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായ ഒരു ബോധ്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉണ്ടാക്കി കൊടുക്കുക. കൃത്യമായ ഒരു ഇമേജ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ആഴത്തിൽ പതിപ്പിച്ചിട്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് ആവശ്യമായ രീതിയിലുള്ളൊരു ജീവിതചര്യ, അത് എക്സസൈസ് ആവാം, ഫുഡ് ആവാം, അങ്ങനെ ആ ജീവിതചര്യയെ കൂടി നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കരിയറിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ, നമ്മുടെ വെൽത്തിൽ, നമ്മുടെ ഹെൽത്തിൽ, ശരീരത്തിൽ ഒക്കെ നമ്മൾ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അത് മാറ്റങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ഒരു അൺകോൺഷ്യസ് കോൺഷ്യസ് കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കുന്നതിലൂടെയാണ്. നമ്മൾ കോൺഷ്യസ്ലി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അൺകോൺഷ്യസ് മൈൻഡ് എന്നാൽ പുറകോട്ട് പിടിച്ച് വലിക്കുകയും കൂടെ ചെയ്തുകൊണ്ടാണ് നമുക്കത് മുന്നേറാൻ പറ്റാതെ വരുന്നതെങ്കിൽ, അൺകോൺഷ്യസ് മൈൻഡിലുള്ള ആ കോൺഫ്ലിക്റ്റിനെ നമുക്ക് മാറ്റി, ആ അൺകോൺഷ്യസ് മൈൻഡിൽ ആക്സസ് ഉണ്ടായിട്ട് അവിടുന്ന് അതിനെ മാറ്റി നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു ആഗ്രഹം നമുക്ക് സാധിക്കുന്ന രീതിയിലേക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഹിപ്നോതെറാപ്പിയിലൂടെ സാധിക്കുന്നത്.